Hello, good morning. Good morning, everyone. Thank you so much for joining. Can you hear me? Hello, am I audible? Good morning. Hello, okay. ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ. ഓക്കെ, നൗ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓഡിബിൾ ആണോ? ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതുപോലെ നമ്മളുടെ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസും സംഗതികളുമായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. ഹോപ്പ് എവറിത്തിങ് ഈസ് റിയലി യൂസ്ഫുൾ, നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അടുത്ത പ്രോഗ്രാം 20-ാം തീയതി നടക്കാൻ നിൽക്കുന്നുണ്ട്, ഓൺലൈനിലാണ്. 10 days പ്രോഗ്രാം ആണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും പങ്കെടുക്കണം, കാരണം ദാറ്റ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം. അപ്പൊ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ആവശ്യമായ ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മളുടെ ഹെൽത്ത് എന്ന് പറയും. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടീസസ് എന്തൊക്കെയാണ്? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും? എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ശരത്. സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ശരത് എന്ത് ചെയ്യണം? ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് കൊടുക്കണം, റിമൈൻഡർ. അതേപോലെ എന്നെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൈ ഹോസ്റ്റ്? യെസ്. അപ്പോ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ഹെൽത്ത്, നല്ലൊരു ബെറ്റർ ഹെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? ഏതെല്ലാം രീതിയിൽ നമ്മളുടെ ഫോക്കസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും? അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ജസ്റ്റ് സംസാരിക്കാം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളുടെ ഹെൽത്ത് ആണ് ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്താം. എന്താണ് ചിന്ത? നമുക്ക് ലൈഫിൽ ഒരു ഓർഡർ ഉണ്ട്. 3 ഓർഡർ ആയിട്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, നമ്മളുടെ ഹെൽത്ത്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ ഹെൽത്തിനാണ്. സെക്കൻഡ് പ്രയോറിറ്റി നമ്മുടെ ഫാമിലി. തേർഡ് പ്രയോറിറ്റി നമ്മുടെ കരിയർ. അപ്പോൾ പലപ്പോഴും അധികം ആൾക്കാരും കരിയറിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ അത് കോമൺ ആയിട്ട്? യെസ് ഓർ നോ? ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താ വെച്ചാൽ കരിയറിന് കൊടുക്കും. സെക്കൻഡ് പ്രയോറിറ്റി മാത്രമാണ് എന്താ വെച്ചാൽ ഫാമിലി കൊടുക്കുക, അല്ലെങ്കിൽ ഹെൽത്തിന് ഫാമിലി കൊടുക്കുള്ളൂ. പിന്നെ ദെൻ തേർഡ് പ്രയോറിറ്റിയാണ് ഹെൽത്തിന് കൊടുക്കുക. ആക്ച്വലി നമ്മളുടെ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമ്മുടെ ഫാമിലി ഉള്ളൂ, ഫാമിലി ഉണ്ടെങ്കിലേ നമ്മളുടെ ബാക്കിയുള്ളതും ഉള്ളൂ. കരിയറിന് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ആദ്യം പ്രോമിസ് ചെയ്യുന്നൊരു കാര്യമാണ് എന്താ വെച്ചാൽ, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് എന്ന് ചോദിക്കും, അല്ലേ? നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. പക്ഷെ ആദ്യം ഇഗ്നോർ ചെയ്യുന്നത്, ഇമോഷണലി നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത് ആരെയായിരിക്കും? ഫാമിലി ആയിരിക്കും. കരിയറിന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി എന്തായി പോകും. അപ്പോൾ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ വലിയൊരു പ്രോബ്ലമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ വേർഡ്? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഹൈപ്പർ ഇൻഡിപെൻഡൻസ്. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്.
ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ നമ്മളുടെ കരിയറിന്റെ പുറകെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട്, വ്യക്തി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രോമ റെസ്പോൺസ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഈ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയും. നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രോമകൾ മൂലം, പെയിന് മൂലം നമ്മൾ എന്ത് ചെയ്യും? കരിയറിന് വല്ലാണ്ട് പ്രാധാന്യം കൊടുക്കും. കാരണം നമുക്കവിടെ വല്ലാത്തൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. കരിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. ഈ സേഫ്റ്റി ഫീൽ ചെയ്യാനുള്ള കാരണം എന്താ? കരിയറിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ, കൂടുതൽ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഓരോ ട്രോമ റെസ്പോൺസും നമുക്ക് നമ്മളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്, അല്ലെ? നമ്മൾ പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നമ്മുടെ പാഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാനായിട്ട് ജീവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഫീലിംഗ് വരാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളായിട്ട് ജീവിക്കാൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സംഗതി, അത് വേണം വേണ്ട എന്നുള്ളതല്ല. പക്ഷെ നമ്മളെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ എലമെന്റുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതായത് തൊഴിൽപരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രം ഞാനായിട്ട് ഫീൽ ചെയ്യുന്നു, അങ്ങനെയല്ല ഉള്ളത്. തൊഴിൽ ചെയ്യുമ്പോൾ ഞാനായിട്ട് ഫീൽ ചെയ്യും. എൻ്റെ ഒരു സൈഡാണെന്ന് വെച്ചാൽ തൊഴിലിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്. ഞാൻ ചെയ്യുന്ന ക്രിയേറ്റീവായ പ്രവർത്തികൾ, നമ്മുടെ ക്രിയേറ്റീവ് സൈഡ്, പുറത്തേക്ക് വരേണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി സൈഡ്, ടാലന്റ് സൈഡ്, ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത് നമ്മളുടെ എന്താണ്, നമ്മൾ ഒരു സൈഡാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ വൺ സൈഡ്. അത് നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ ഒരു നീഡാണ്. എന്ത്? അത്തരത്തിലുള്ള ഫീലിങ്സിനെ, അത്തരത്തിലുള്ള നീഡ്സിനെ നമ്മൾ പ്രോസസ് ചെയ്യാന്ന് പറയും. പക്ഷെ അത് ഒരു സൈഡ് മാത്രമാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ നീഡാണെന്ന് വെച്ചാൽ ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയുന്ന നീഡ്. അതും നമ്മൾ പ്രോസസ്സ് ചെയ്യണം, അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അതും നമ്മൾ വാലിഡേറ്റ് ചെയ്യണം, അതിനും വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം നമ്മുടെ ഒരു ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ്, സോഷ്യൽ ബീയിങ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്, സോഷ്യൽ ആനിമലാണ് മനുഷ്യൻ എന്ന് പറയും. മനുഷ്യന് ഒരുപാട് ആൾക്കാർ വേണം, ബന്ധങ്ങൾ വേണം, ഒരുപാട് എന്നാലേ മെന്റൽ ഹെൽത്ത് ഉഷാറായിട്ട് പോകുള്ളൂ. കരിയറിൽ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു. കരിയറിൽ വല്ലാത്ത പ്രാധാന്യവും വല്ലാത്ത ഇമ്പോർട്ടൻസും നമ്മൾ കൊടുത്തു പോകുമ്പോൾ നമുക്ക് അവിടെ അത് നമ്മൾ ശീലിച്ചു പോകാൻ നമ്മളുടെ കംഫർട്ട് സോണാണ്. അതിൽ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ വല്ലാത്ത ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു, വല്ലാത്ത കംഫർട്ട് ഫീൽ ചെയ്യുന്നു. അതായത് ഈ ജോലി തന്നെ നമ്മളുടെ മറ്റുള്ള വേദനകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായി മാറുന്നു. കാരണം എന്താ വെച്ചാൽ, നമുക്ക് അങ്ങനെ ഒളിച്ചോടുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെ, വിഷമങ്ങളെ, പ്രയാസങ്ങളെ നമ്മൾ മറക്കുന്നു. നമ്മളുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മുടെ പോരായ്മകളായിട്ടുള്ള, നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന മറ്റൊരു സൈഡിലുള്ള സംഗതികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറക്കുന്നു. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ 100% നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക്, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ് ചെയ്ത ഈ ഒരു സംഗതിയിലേക്ക് 100% നമ്മൾ മാറുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഡു യു അഗ്രി വിത്ത് മീ? ഓക്കെ. അപ്പോ ആ ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് നമുക്ക് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമ്മളുടെ മറ്റുള്ള സൈഡുകൾ എന്താ വെച്ചാൽ വിഷമിച്ചു പോകുന്നു. അപ്പം ഒരു സൈഡ് മാത്രം ക്ലിയർ ചെയ്താൽ പോരാ. അപ്പൊ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഗതി പലപ്പോഴും ഒളിച്ചോട്ടമാണ്. നമ്മുടെ പെയിനിൽ നിന്ന്, നമ്മുടെ വേദനകളിൽ നിന്ന് അതിലൂടെ ഒളിച്ചോടുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്നു, ഒരു ഹീലിംഗ് കിട്ടുന്നു എന്ന പോലെ ഫീൽ. ഹീലിംഗ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്, എന്ന് വെച്ചാൽ ഒരു ആശ്വാസം മാത്രമാണ്. അത് മുറിവ് ഉണക്കുകയല്ല ചെയ്യുന്നത്. ആ മുറിവിന് മുകളിൽ ഒരു 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 തലോടൽ കിട്ടുന്നത് പോലെ മാത്രമാണ്. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ പ്രോബ്ലം നമ്മളുടെ മറ്റുള്ള ഫീലിങ്സുകളും സംഗതികളും ഒക്കെ ഇഗ്നോർ ചെയ്യപ്പെടും. അപ്പൊ ഒരു സൈഡ് മാത്രം ചെയ്താൽ പോരാ. അപ്പൊ കരിയറിലേക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ കരിയറിലേക്ക് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് നേരത്തെ പറഞ്ഞ ഓർഡറിലേക്ക് വരാം. കരിയറിന് വല്ലാണ്ട് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്താ വെച്ചാൽ ഹെൽത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഹെൽത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഹെൽത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം ഹെൽത്തി ഹാബിറ്റ്സ് ആണ്? ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഗോൾ എന്താണ്?
ഒരു ഹെൽത്ത് ഗോള് എന്ന് പറയുന്നതിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. നല്ലൊരു ഹൈജീനുള്ള വ്യക്തിയായിട്ട് മാറുക എന്ന് പറയുന്നത് ഹെൽത്തിന്റെ ഭാഗം. നല്ലൊരു വൃത്തിയുള്ള, ശുചിത്വമുള്ള. കാരണം ഹെൽത്ത് നിങ്ങളുടേത് എത്ര കണ്ട് ഇമ്പോർട്ടന്റ് ആണോ അതിനനുസരിച്ച് നിങ്ങളുടെ എന്തുകൂടെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല ഇമ്പോർട്ടന്റ് ആയി മാറും, ബെറ്റർ ആയി മാറും. നിങ്ങളുടെ ഹെൽത്ത് ഉഷാറാണോ അത്ര കണ്ട് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ആകും. നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഇതേപോലെ എന്താ വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ഗോളാണ്. ആ ഹെൽത്ത് ഗോൾ സെറ്റ് ചെയ്യുക. ഹാവ് എൻ ഇന്റൻഷൻ ടു ഹാവ് എ ബെറ്റർ ലൈഫ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് എന്താ വെച്ചാൽ നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. എന്താണ് ഒരു ഹെൽത്ത് ഗോൾ എന്നുള്ളത്? ഓക്കെ, ആ ഹെൽത്ത് ഗോൾ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാർട്ടിലുള്ള ചില സംഗതികൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണിക്കാം ഇവിടെ. അപ്പൊ അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു ഹെൽത്ത് ഗോള് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഗോൾ സെറ്റിംഗിലേക്ക് വരുമ്പോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഗോള് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ ആണോ? 5ഓളം ഗോളുകൾ സെറ്റ് ചെയ്യണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു ഗോളാണ്, രണ്ടാമത്തെ ഗോളായിട്ട് പറയുന്നതാണ് ഹെൽത്ത് ഗോൾ എന്ന് പറയും. നമ്മുടെ പെയ്ഡ് കോഴ്സുകളിൽ നമ്മൾ നടത്തുന്ന ഒരു സെക്ഷനാണ്, സെഗ്മെന്റ്. അപ്പൊ ഹെൽത്ത് ഗോളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരാളായിട്ട് മാറണം എന്നുള്ളത് ഒരു ഹെൽത്ത് ഗോളാണ്. പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള, കൂടുതൽ വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള, ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള, കറക്റ്റ് ടൈമിങ്ങിന് ഭക്ഷണം കഴിക്കുന്ന, നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള, കൂടുതൽ വെള്ളം കുടിക്കുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് എനിക്ക് വേണം എന്ന ഒരു ഗോള് നമുക്കുണ്ടാവണം. ദ ഫുഡ് യു ഈറ്റ്. നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് തീരുമാനിക്കും. നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിന്റെ എന്താ പറയാ, ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കാണിക്കും. നമ്മളിപ്പോ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിന്റെ ലോഞ്ചിവിറ്റിയെ തീരുമാനിക്കും. ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത്. എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം, പക്ഷെ പല ഫുഡുകളും എന്ന് വെച്ചാൽ അൺഹെൽത്തിയാണ്. അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഫുഡ് കഴിച്ചു, 1-2 ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നല്ല പറയുന്നത്. ഒരുപാട് കാലം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സിലേക്ക് നമുക്ക് എത്താം. അപ്പൊ അതൊരു ഗോളാണ്. ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതട്ടോ. പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്ത് ചെയ്യണം, നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹലോ, ആർ യു ദേർ? എത്ര പേര് നമ്മുടെ സെഷൻസ് സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ആർ യു സീരിയസ്ലി അറ്റൻഡ് ചെയ്യുന്ന കമന്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഹെൽത്തി ഗോള് ഫുഡ് ഹാബിറ്റ്സിൽ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഹെൽത്ത് ഗോളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുഡ് യു ഈറ്റ്. കഴിക്കുന്ന ഭക്ഷണം ഏത് ടൈപ്പാണ്? ഹെൽത്തി ഫുഡാണോ കഴിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിന്റെ വെയിറ്റ് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓവർ വെയിറ്റ് ആവാതെ പോകുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത്? അത് ശ്രദ്ധിക്കുക. രണ്ടാമതെന്ന് വെച്ചാൽ ഹെൽത്ത് ഗോളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗോളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ എക്സസൈസ്. നിങ്ങൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കഴിക്കുന്നുണ്ടാവും? ഞാൻ ജസ്റ്റ് ആ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. മിനിമം ഒരു 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം ഒരാൾ. എന്നാൽ അദ്ദേഹത്തിന്റെ കിഡ്നി ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. നമ്മൾ വേണ്ടത്ര വെള്ളം കുടിക്കുന്നുണ്ടാവും. നമ്മൾ ജോലി ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്.
പലപ്പോഴും നമ്മളുടെ ക്ഷീണത്തിനും നമ്മളുടെ പല അസുഖങ്ങൾക്കും കാരണമാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം വേണ്ടത്ര രീതിയിൽ ബോഡിയിലേക്ക് ചെല്ലുന്നില്ല എന്നാണ്. അപ്പം ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിന്റെ ഭാഗമാണ് മിനിമം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് അതിനനുസരിച്ച് എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തൊരു സംഗതിയാണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതിൽ എത്ര പേര് എക്സസൈസ് ചെയ്യുന്നു? എക്സസൈസ് ചെയ്താലും ജീവിക്കും, ഇല്ലെങ്കിലും ജീവിക്കും. പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ EFT പറയുന്നത് പോലെ നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ശരീരത്തിലെ എനർജി ചേഞ്ച് ആവും. ഒരുപാട് ഹീലിംഗ് നടക്കും എക്സസൈസ് ചെയ്യുന്നു. വേണ്ട കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളും ഹീലിംഗ് നടക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിലെ എനർജി ലെവൽ ചേഞ്ച് ആവും. നിങ്ങളുടെ എനർജി ഫ്ലോ കുറച്ചുകൂടെ ബെറ്റർ ആയി മാറും. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ടെൻഷൻ കുറവ്. അവരുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ കുറച്ചൊരു ഹൈ ഇന്റൻസ് എക്സസൈസ് അല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ശരീരം ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ട എക്സസൈസ്, മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഉണ്ട്, ശരീരം ഷേപ്പ് ആവാൻ വേണ്ടി എക്സസൈസ് ഉണ്ട്, വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഉണ്ട്, അല്ലെങ്കിൽ വണ്ണം കുറയാനുള്ള, വെയിറ്റ് കുറയാനുള്ള എക്സസൈസ് ഉണ്ട്, പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. എന്നാൽ നിങ്ങളൊരു മിനിമം ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരുപാട് ട്രോമ ഹീലിംഗ് അതിലൂടെ നടക്കും. എന്ന് വിചാരിച്ചിട്ട് അതൊരു സ്പെസിഫിക്കലി ട്രോമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് അല്ല, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പല ഇമോഷൻസും പ്രോസസ് ചെയ്യപ്പെടും. സ്ട്രെസ് ഇപ്പം വന്നു പോകുന്ന ചെറിയ ചെറിയ ഡെയിലി ലൈഫിലുള്ള സ്ട്രെസ്സസ് ഒക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മെന്റൽ ഹെൽത്തിനെയും അത് ഹെൽപ്പ് ചെയ്യും, ഫിസിക്കൽ ഹെൽത്തിനെയും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ പറയുക, നല്ല സ്ട്രോങ് ആംസ് ഉള്ള ആൾക്കാർക്ക് നല്ല പ്രൈഡ്, കോൺഫിഡൻസ് ഫീൽ ചെയ്യും. നല്ല സ്ട്രോങ് ബാക്ക് ഉള്ള ആൾക്ക് നല്ല സ്ട്രെങ്ത് ഫീൽ ചെയ്യും. എന്ത് കാര്യവും ചെയ്യാനുള്ള സ്ട്രോങ് ഉണ്ടാവും, സ്ട്രെങ്ത് ഫീൽ ചെയ്യും. അതേപോലെ നല്ല കാലുകളുള്ള, നല്ല കാലിന് എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല പവർ ഫീൽ ചെയ്യും. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എങ്ങനെ പറയാ, നല്ലൊരു സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിട്ട് മാറും. അപ്പൊ മെന്റലി ഇത് മാറ്റും, ഫിസിക്കലി ഇത് മാറ്റും. ഫിസിക്കലിയും പവർ ഫീൽ ചെയ്യും, മെന്റലിയും ഇത് നിങ്ങൾക്ക് പവർ തരും. കാലുകൾക്ക് എക്സസൈസ് ചെയ്യുന്ന ഒരാൾ, ആബ്സിന്, അതായത് നിങ്ങളുടെ വയറിന് എക്സസൈസ് ചെയ്യുന്ന ഒരാൾ കാണിക്കുന്നത് സെൽഫ് ഡിസിപ്ലിൻഡ് ആണ് എന്നുള്ള മെന്റാലിറ്റി ഡെവലപ്പ്. ആബ്സിന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പായി വരും. കാരണം ഏറ്റവും പ്രയാസം ആബ്സിന് വർക്കൗട്ട് ചെയ്യാനാണ്, പലർക്കും മടി അതാണ്. അതേപോലെ ലെഗിന് വർക്കൗട്ട് ചെയ്യാം. ഇത് നിങ്ങളുടെ എന്താ വെച്ചാല് സെൽഫ് ഡിസിപ്ലിൻ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സംഗതി. അപ്പൊ മെന്റലി നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഫിസിക്കൽ എക്സസൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡേഴ്സ് ഇതേപോലെ കാണിക്കുന്ന മറ്റൊരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാല് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പം എക്സസൈസ് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്താ പ്രശ്നം എന്നറിയോ? എക്സസൈസ് അതിനെപ്പറ്റി ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ട് എങ്കിൽ അത്ര കണ്ട് വെയിറ്റ് ഇല്ലാത്ത, അതായത് ഓവറായിട്ട് വണ്ണമില്ലാത്ത, വെയിറ്റ് ഇല്ലാത്ത, എക്സസൈസ് ചെയ്യാത്ത ആളെക്കാട്ടിലും കൂടുതൽ കാലം ജീവിക്കുക. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുമെങ്കിൽ അങ്ങനെയാണ്. ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സിഗരറ്റ് വലിക്കുക, സ്മോക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പ്രോത്സാഹനമല്ല കേട്ടോ ഇത്. നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യാത്ത, സിഗരറ്റ് വലിക്കാത്ത ഒരാളെക്കാട്ടിലും കൂടുതൽ കാലം നിങ്ങൾ ജീവിക്കുന്നതാണ് പറയപ്പെടുന്നത്. അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നുള്ളതല്ല നമ്മുടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്, അത്രയ്ക്കും പ്രാധാന്യമുണ്ട്, അത്രയ്ക്കും പവർ അതിനുണ്ട്, ബെനിഫിറ്റ് അതിനുണ്ട് എക്സസൈസ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ എക്സസൈസ് ചെയ്ത സമയത്ത് നല്ല ഇന്റൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല, അന്നത്തെ ഒരു ദിവസം നല്ല റെസ്റ്റ് വേണ്ടി വരും. അപ്പൊ റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, വർക്കൗട്ട് ചെയ്യരുത്. മറിച്ച് അപ്പൊ മസിൽ ബിൽഡിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, ബോഡി നല്ല ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന ഒരു ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ നല്ല ഇന്റൻസ് വർക്കൗട്ട് വേണ്ടി വരും. ബോഡി ബിൽഡിങ്ങിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ മോഡലിംഗിലേക്ക്
മോഡലിംഗിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താ വെച്ചാൽ ഫിസിക്കൽ അപ്പിയറൻസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം, നല്ല മസിൽസ് ബിൽഡ് ചെയ്യണം, നല്ല ഷേപ്പ് കൊണ്ടുവരണം എന്നുള്ള സംഗതിയുള്ള ആൾക്കാർക്ക് ഇന്റൻസ് വർക്കൗട്ട് വേണ്ടി വരും. അതല്ലാത്തൊരാൾക്ക് ഇന്റൻസ് വർക്കൗട്ട് അല്ല വേണ്ടത്. അദ്ദേഹത്തിന് അന്നത്തെ ഒരു എനർജി പ്രോസസ്, സ്ട്രെസ് പ്രോസസ് ചെയ്യാൻ, എനർജി നല്ല രീതിയിലേക്ക് ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എക്സസൈസേ ചെയ്യാൻ പാടുള്ളൂ. ആ മിനിമം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എന്താ വെച്ചാൽ അന്നത്തെ ദിവസം പ്രോസസ് ചെയ്യാനും വർക്ക് ചെയ്യാനും കാര്യങ്ങൾ. കാരണം വേറൊരു ജോലിയുള്ള ഒരാൾ, ആ ജോലിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജോലിക്ക് പോകണം, ആ ജോലി കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം, അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യണം, അത് നല്ല കാം ആയിരിക്കണം, കൂൾ ആയിരിക്കണം, നല്ല. അപ്പൊ എക്സസൈസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഗോളില് ഹെൽത്ത് ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ എക്സസൈസ് ആഡ് ചെയ്യാം. ഇപ്പൊ ഇത്രയും കാലം ആഡ് ചെയ്തില്ല, ഇനിയിപ്പോ ഞാൻ എങ്ങോട്ട് എക്സസൈസ് ചെയ്യാനും എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നാളെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള കാലം അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കാനുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ എനർജിയും കൂടുതൽ ഹാപ്പിനെസ്സും. അപ്പൊ നിങ്ങളുടെ പ്രായവും സംഗതികളോ നോക്കണ്ട. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഉണ്ട്. ജിമ്മിൽ പോകണം നിർബന്ധമില്ല. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നടക്കാൻ പോകാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന യോഗകൾ ചെയ്യാം. ആരൊക്കെ എക്സസൈസ് ചെയ്യാറുണ്ട്? എക്സസൈസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ഔട്ട്. ഐ ഡു ലൈക്ക് 10 minutes ഓൺലി. 10 മിനിറ്റ് ചെയ്യും. 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്യാം, 10 മിനിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതൊരു 20 മിനിറ്റ് വേണമെങ്കിൽ ആക്കാം. കുറച്ചൊന്നെന്ന് വെച്ചാൽ കൂട്ടിക്കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? റീനി ജോസ് പറയുന്നു, ഓക്കെ ഞാൻ ചെയ്യാറുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. കാരണം നിങ്ങൾ ഈ എന്ന് പറയുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു കമ്പാരിസൺ വരും, എന്ന് ഞാനും ചെയ്തു തുടങ്ങാം. ഒരു ഇൻസ്പിറേഷനായി മാറും. ദുഃഖമായി മാറരുത്. ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദുഃഖത്തിലേക്ക് പോകരുത്. പതിയെ പതിയെ സ്വയം സ്നേഹിച്ച് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞ സെൽഫ് ലവ് ആണ്. നിങ്ങൾക്ക് സെൽഫ് ലവ് വർദ്ധിക്കണം എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ സെൽഫ് ലവ് ഉണ്ടാവും. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്താ വെച്ചാൽ ഇപ്പൊ വീട്ടിൽ ജോലി ഉണ്ടല്ലോ, അതന്നെ പോരെ. വീട്ടിലെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല, നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ പ്രയാസമാണ്, ഉത്തരവാദിത്തമാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ശരീരം അനങ്ങുന്നുണ്ട് ശരിയാണ്, പക്ഷെ എന്നാൽ പോലും കുറച്ചെങ്കിലൊക്കെ എന്താ വെച്ചാൽ ചെറിയ 1-2 എക്സസൈസിൽ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലോ ചെറുതായിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ചെയ്യാം. 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ നമുക്ക് ചെയ്യാമല്ലോ. നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് എന്ത് എക്സസൈസ് ചെയ്യുക ഇടാം. അപ്പൊ അതിനുള്ള സംഗതികൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ട്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ്. പ്രായമായ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്, പ്രായം അല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. സോ 20 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാറുണ്ട് ജസ്റ്റ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ എക്സസൈസ് ഡെയിലി ചെയ്യുന്ന ഒരാളായിട്ട് മാറും. നല്ല ഫുഡ് കഴിക്കുന്ന, ഹെൽത്തി ഫുഡ് കഴിക്കുന്ന. ഈ ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ ഈ ഒരുപാട് അരിഭക്ഷണം അടങ്ങിയിട്ടുള്ള, ഒരുപാട് മധുരം ചേർത്തിട്ടുള്ള സംഗതികളിലൊക്കെ ഒന്ന് നിയന്ത്രണം വരുത്തുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ. വെള്ളം ഒരുപാട് കുടിക്കുക, വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു മീൽ, കംപ്ലീറ്റ് മീൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കംപ്ലീറ്റ് മീൽ അല്ലാത്ത ഇൻകംപ്ലീറ്റ് മീലും ഉണ്ട്. ഇൻകംപ്ലീറ്റ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതാണ് കൊടുക്കേണ്ടത്. ഒരു നേരം വിശക്കുന്നുണ്ട് കഴിക്കുക എന്നുള്ളതല്ല കൊടുക്കേണ്ടത്. ശരീരത്തിനാണ് ആവശ്യമുള്ളത്. ശരീരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ഈ ശരീരം കൊണ്ട് ഗുണം ഉണ്ടാവേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ആഗ്രഹത്തിനോ നമ്മുടെ ട്രോമ റെസ്പോൺസോ അല്ലെങ്കിൽ നമ്മളുടെ വിശപ്പുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അങ്ങോട്ട് കഴിക്കുകയല്ല. എന്റെ ശരീരം എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, എന്റെ ശരീരത്തിനുള്ളിലേക്ക് ഞാൻ കൊടുക്കേണ്ടത് എന്താണ്, എന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണ്, അത് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. എന്നാൽ ഇന്നിപ്പോ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു ആസ്വാദനമാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ടോ മറ്റുള്ള സംഗതികളായിട്ടോ ചിപ്സ് ആയിട്ടോ എന്താണോ നമ്മുടെ ക്രേവിങ്സ്, നമ്മളുടെ ട്രോമ അധികം ഉള്ള ആൾക്കാർക്ക്, അധികമുള്ള ആൾക്കാർക്ക്, സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് അധികം ആളും ചെയ്യുന്ന മണ്ടത്തരമാണെന്ന് വെച്ചാൽ അവരുടെ അധിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം അവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സാണ്. കാരണം ആ സ്ട്രെസ്സിനനുസരിച്ച് അതിനെ തീരുമാനമാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ പ്രോസസ് ഉണ്ട്, അത് ഒഴിവാക്കണം. ഹീലിംഗ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിനോടും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡിനോടുമുള്ള ക്രേവിങ്സ് കുറയും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ടാപ്പ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ നമ്മുടെ കോഴ്സിൽ എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ടാപ്പ് ചെയ്യേണ്ടത്? നിങ്ങളുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും പല സംഗതിയാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പൊ അത് പരമാവധി വെച്ചാൽ കുറയ്ക്കണം, ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക കൊണ്ടുവരും.
മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. അടുത്തത് എന്താണ്? ഫിസിക്കൽ എക്സസൈസിന്റെ കാര്യം പറഞ്ഞു അല്ലെ? പിന്നെ എന്താണ്? പിന്നെ നമുക്ക് നോക്കാം ഫിസിക്കൽ എക്സസൈസ്. അടുത്ത സംഗതി എന്ന് വെച്ചാൽ മെന്റൽ എക്സസൈസ്. ഒരു ഹെൽത്ത് ഗോളാണ് മെന്റൽ എക്സസൈസ് എന്ന് പറയുന്നത്. മെന്റൽ എക്സസൈസ് എന്താ? നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കൊടുക്കുന്ന കാര്യം എന്താ? നല്ലൊരു മെഡിറ്റേഷൻ. നമ്മളുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ വരുന്ന ഈ നിങ്ങളെല്ലാവരും മെന്റൽ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. നീ എന്ന് കമന്റ് ചെയ്ത്. മെഡിറ്റേഷനിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരും വൈകി വന്നവരുണ്ടാവും മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ. അപ്പൊ മെന്റൽ ഹെൽത്ത് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നീ എന്ന് കമന്റ്. എനിക്കൊരു 100 കമന്റ്സ് വേണം. എനിക്ക് ഇവിടെ 100ഓളം ആൾക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് 90 കമന്റ്സ് വേണം. കാരണം 90 കമന്റ്സ് എന്തായാലും വരാൻ സാധ്യത. കാരണം നിങ്ങൾ എല്ലാവരും എന്താ വെച്ചാൽ മെന്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിൽ നിങ്ങൾ എന്താ വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉള്ള ആൾക്കാരാണ്. അപ്പോ കുമാരൻ സാർ പറയുന്നത് വെച്ചാൽ അറ്റൻഡഡ് ബട്ട് നോട്ട് ഫുള്ളി അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താ വെച്ചാൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഇരുന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളം എൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ടാപ്പിംഗ് ചെയ്തു. ഹീലിംഗ്, അതായത് EFT ടാപ്പിംഗ്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ എൻ്റെ ലൈഫ് പാർട്ണർക്ക് വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ സ്ട്രെസ്സുകൾ എന്താ പറയുക ഹീൽ ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന്. അപ്പോൾ ഓരോ ദിവസവും ഞാൻ അതേപോലെ ഇങ്ങനെ ഇരിക്കും. രാവിലെ എണീക്കും, ഒരു 4:30 ആകുമ്പോൾ എണീക്കും, 4:30 5 മണിയാകുമ്പോൾ എണീക്കും. അപ്പൊ അതിങ്ങനെ രാത്രി 10 മണിയാകുമ്പോൾ ഉറങ്ങും. 10 മണിയാകുമ്പോഴേക്കും ഉറക്കം വരും. ഫോൺ ഉപയോഗിക്കില്ല. രാത്രി 10 മണി വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം എന്നാരത്. എന്നിട്ട് വേണ്ട ഇത് എണീറ്റിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ഈ മോർണിംഗ് സെഷൻ ഇരിക്കാണ്. അപ്പൊ എന്നിട്ട് എന്താ വെച്ചാൽ ഇരുന്നിട്ട് 4:30 5 മണിയാകുമ്പോൾ എണീറ്റിട്ട് എന്ത് ചെയ്യും? ടാപ്പ് ചെയ്യും. അപ്പൊ ടാപ്പ് ചെയ്തിട്ട് എന്താ വെച്ചാൽ അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫീലിംഗ്. എന്നിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആയ, അല്ലെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് ടാപ്പ് ചെയ്യാം, എന്നും ചെയ്യാം. അപ്പൊ എന്നിട്ട് എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടിപൊളി. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജിമ്മിൽ പോകും. ഒരു 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 8 o'clock ആകുമ്പോഴേക്കും ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് ഒരു കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പം ടൈം ഒരു അപ്പൊ വീണ്ടും പിന്നെ അടുത്തൊരു 10 മണി ഒരു കുറച്ച് റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് ഒരു 10-10:30 ആകുമ്പോഴേക്കും ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുക, കാര്യങ്ങൾ ചെയ്യും. സുരേഷ് കുമാർ പറയുന്നുണ്ട്, മീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ പ്ലാറ്റ്ഫോം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ അല്ലെ ആ ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടോ, ഹാപ്പിനെസ് ഉണ്ടോ? നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി മെഡിറ്റേഷൻ കിട്ടുന്നതുകൊണ്ട് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്നുണ്ടാവും വിചാരിക്കുന്നു. നല്ല രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങളിൽ ഒരു എനർജി ചേഞ്ച് സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ മെഡിറ്റേഷൻസും ഇതേപോലെ എന്താ വെച്ചാൽ നമ്മൾ മെന്റൽ ഹെൽത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്താണ്? EFT ടാപ്പിംഗ്. മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട സംഗതിയാണ് EFT ടാപ്പിംഗ്. അപ്പോൾ അത് ടാപ്പിംഗ് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ വേറെ പ്രാക്ടീസ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. നമ്മൾ നൽകുന്ന മെഡിറ്റേഷൻസ് ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അത് നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അബണ്ടൻസ്, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള, മൈൻഡ് പവർ ബേസ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ ആണ്. ഇതേപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ഉണ്ട്. കണ്ണാടിയുടെ മുൻപിൽ നിന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ നോക്കിയിട്ട് സംസാരിക്കുക. ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ ഐസ്, ഐ ലവ് മൈ നോസ്, ഐ ലവ് മൈ ചീക്സ്, ഐ ലവ് മൈ ഹെയർ, ഐ ലവ് മൈ ബോഡി, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ് പറയാ. അതിങ്ങനെ പറയുമ്പോൾ ഫീൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി വൈബ്രേഷൻ കയറാനാണ്. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട്, ഈവൻ ദോ എനിക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഐ ലവ് മൈ സെൽഫ്, ഐ അക്സെപ്റ്റ് മൈ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില സംഗതികൾ നിങ്ങൾക്കുണ്ടാവും, അതുണ്ടെങ്കിൽ പോലും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ
ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടങ്ങളില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ മെന്റൽ ഹെൽത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ അതാണ് ഈ ടാപ്പിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, EFT നിങ്ങൾ ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെഡിറ്റേഷൻ, നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മളത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കണ്ടെത്താം. ട്രിഗറിങ് ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് നമ്മളുടെ ട്രോമയിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്ന നമ്മുടെ ദുശ്ശീലങ്ങളുണ്ട്, അതിനെ ഓരോന്നിനെയും എഴുതി വെക്കാം. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ഉറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട്, അതിന്റെ പേരിൽ ദുഃഖിതരാണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉറങ്ങുന്നതിന്റെ പേരിൽ ദുഃഖിതരായിരിക്കും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൽ ദുഃഖിതരായിരിക്കും. അപ്പൊ ഒരു നീട്ടി വെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിൽ ദുഃഖിതരായിരിക്കും. മടി പിടിക്കുന്ന സ്വഭാവം അതിൽ ദുഃഖിതരായിരിക്കും. അങ്ങനെ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, അത് വെച്ചിട്ട് എന്താ വെച്ചാൽ മനസ്സിലേക്ക് തോട്ട് കൊടുത്തിട്ട്, ഉദ്ദേശം കൊടുത്തിട്ട്, അതിന്റെ പേരിൽ ഞാൻ വിഷമിക്കുന്നു, ആ ഒരു വിഷമം ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, ടാപ്പ് ചെയ്ത് അത് ഹീല് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഹീല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ ചോദിച്ചു. അപ്പൊ അത് എഴുതി വെക്കണം. ഇതൊരു മെന്റൽ പ്രാക്ടീസ്. മെന്റൽ ഹെൽത്തിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ ട്രോമാസ് ഹീല് ചെയ്ത്, അഡ്രസ്സ് ചെയ്ത്, അതിനെ ഫേസ് ചെയ്ത്, നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ട്, നമ്മളിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ മോശമാണ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നിയിട്ടുള്ള നമ്മൾ പോരാ, നമ്മളുടെ ഇന്ന സ്വഭാവം ഓക്കെ അല്ല, അത് കറക്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ദുശ്ശീലങ്ങളാവട്ടെ, ചിന്തകളാവട്ടെ, ഈ സംഗതികളിലേക്ക് അതിന്റെ ഇമോഷൻസ് എടുത്ത് പ്രോസസ് ചെയ്യും, അതിനെ വാലിഡേറ്റ് ചെയ്യണം, അതിനെ പ്രോസസ് ചെയ്ത് കൊണ്ടുവരണം. അതിനെ പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹീൽ ചെയ്യാം. അപ്പൊ അത് ഹീൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഒരു സമാധാനം, എന്താണ് ഒരു സമാധാനം കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണോ ചോദിച്ചത്? ഓക്കെ, സമാധാനം കിട്ടാൻ അതും ഇതേപോലെ ഹീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ കോഴ്സിലേക്ക് വരും, നിങ്ങൾ പഠിക്കുക. കാരണം അതെന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല, കാരണം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അതിനാണ് നമ്മൾ കാലിക്കറ്റ് ഒരു ഇവന്റ് വെച്ചത്. അതിലേക്ക് വന്നവരുണ്ട്, അവർക്കൊരു പ്രത്യേക സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ. നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ കോഴ്സ് ഫീല് പ്രത്യേക ഓഫർ ഉണ്ട്. നമ്മുടെ കോഴ്സിന്റെ ആക്ച്വൽ ഫീ വരുന്നത് 12,000 rupees ആണ്. പക്ഷേ നമ്മളുടെ അതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് വരുമ്പോൾ 12,000 rupees വരുന്നുണ്ടെങ്കിലും അതിന്റെ അതേ കോഴ്സ് തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ്. അതിന്റെ 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വാൻസ് പേയ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്തിടാം. അങ്ങനെയുള്ളവർക്ക് എന്ത് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു കോഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന 8,000 rupees എന്ന് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് 7,500 പേ ചെയ്താൽ മതി. ഇതാണ് കോഴ്സിന്റെ ഫൈനൽ ഫീ ഡിക്ലറേഷൻ. ഞാൻ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ടീം പറഞ്ഞൊരു കാര്യമാണെന്ന് വെച്ചാൽ കോഴ്സിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കണം. സോ പ്രോഗ്രാമിലേക്ക് 15-ാം തീയതിക്കുള്ളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ആ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത് 8,000 ആണ്. അത് കോഴ്സിൽ വരാത്തവർക്കും ഉപയോഗിക്കാം. അതിനുശേഷമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 10,000 rupees ആയിരിക്കും. 15-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, 10,000 rupees പേ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ വെച്ചാൽ നമ്മൾ ഫൈനൽ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു, കോഴ്സിൽ വന്നവർക്ക് അറിയാം. 10,000 rupees ആണ് കോഴ്സ് ഫീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് നമ്മൾ എന്ന് വെച്ചാൽ നൽകുന്നുണ്ട്. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഹു ആർ ഇൻട്രസ്റ്റഡ്. പക്ഷേ കുറച്ച് എന്ന് വെച്ചാൽ ഒരു ആശ്വാസം വേണം, കാരണം ഒരു പ്രോഗ്രാം ഓൾറെഡി വന്നതാണ് എന്നുള്ള സംഗതിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. കാലിക്കറ്റ് ഇവന്റിൽ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചു. കാറ്ററി 100 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 50 പേരെ പ്രതീക്ഷിച്ചത്. എക്സാക്ട്ലി സെഞ്ചുറി തികച്ചു. 112ഓളം പേരുണ്ടായിരുന്നു ടോട്ടൽ. അപ്പം 100 പേര് കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പൻസ് വന്ന് 12ഓളം നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ടീം മെമ്പേഴ്സ് മറ്റുള്ള കാര്യങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ഫാന്റാസ്റ്റിക് പ്രോഗ്രാം. നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുള്ള പ്രോഗ്രാമാണ്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് അമേസിങ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, നോക്കട്ടെ. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഐ വിൽ ഷോ യു. ഓക്കെ, ഐ വിൽ ഷോ യു. പക്ഷേ അതിന്റെ ഇവന്റിന്റെ ജസ്റ്റ് എന്താ വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ്.
വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് വന്നു. അതിൽ വന്ന ആൾക്കാരെല്ലാവരും നല്ല രീതിയിലേക്കുള്ള എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ പ്രോഗ്രാം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ വിഷ്വൽ എന്താ വെച്ചാൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരും. Okay. I think I can show you some of the pictures. പ്രോഗ്രാമിൽ വന്നിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് എന്ന് വെച്ചാൽ ഷോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. Let me just നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങളുടെ ഫോൺ എന്താ വെച്ചാൽ നിങ്ങൾ പിടിക്കുക. ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് വിഷ്വൽസ് കാണിക്കാം. ഇഫ് ഇറ്റ് ഈസ് വിസിബിൾ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളൊന്ന് വെർട്ടിക്കലായിട്ട് പിടിക്കേണ്ടി വരും കാണുന്നുണ്ടെങ്കിൽ. മേ ബി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇസ് ഇറ്റ് വിസിബിൾ? ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഫിനാൻഷ്യൽ ട്രോമ എന്ന് പറയാം. അതെനിക്ക് നല്ല രീതിയിൽ ഒരു 10 ഉള്ള റേറ്റിംഗ് 0ലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇന്നത്തെ സെഷൻ നല്ല ഫീലിംഗ് ആയിരുന്നു. നല്ല ഫീലിംഗ് ഒരുപാട് ഒരുപാട് അവസ്ഥയായിരുന്നു. ഒരുപാട് പരീക്ഷയുണ്ട്. കാണാൻ പറ്റിയോ? ഹലോ, കാണാൻ പറ്റിയോ? യെസ് യെസ് യെസ്, വെരി ഗുഡ്. സോ അത് ജസ്റ്റ് എന്താ വെച്ചാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇതിന്റെ ഫൈനൽ വീഡിയോ വരുന്നുണ്ട്. സോ എനിക്ക് നിങ്ങളോട് എന്താ വെച്ചാൽ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ അതിൽ ചെറുതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഡീപ്പ് ഹീലിംഗ് റിട്രീറ്റ് വരുന്നു, ഒരു ഹീലിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. അത് നമ്മളൊരു ഓഫ്ലൈൻ ഇവന്റ് ആയിട്ട്, പക്ഷെ ഒരു റിസോർട്ടിൽ പോയിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 20 പേർക്ക് മാത്രമാണ് അതിൽ അവസരമുള്ളൂ. 20 പേരിലധികം എടുക്കുന്നില്ല. കാരണം ഹീലിംഗ് ഡീപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്.
അഡ്വാൻസ്ഡ് പ്രോഗ്രാം എന്നുള്ളതിൽ ചെയ്യുന്ന ഹീലിംഗ് ഡീപ്പായിട്ട് ഡെപ്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 20 പേരെ എടുത്തിട്ടെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വരാൻ പോകുന്നുണ്ട്. ഇനി അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അപ്ഡേഷൻ അറിയിക്കുന്നതാണ്. ഓൺലൈനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതും ഡീപ്പ് ഹീലിംഗും തന്നെയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. ഇതെല്ലാം നിങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നതിൽ പറഞ്ഞു വന്നൊരു കാര്യം എന്താണ്, നമ്മളുടെ ഹെൽത്ത് ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടല്ലേ. ഇപ്പൊ ഹെൽത്ത് ഗോളിൽ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സംഗതിയാണ്. ഈ മെന്റൽ ഹെൽത്ത് ഭാഗമായിട്ട് മെന്റൽ എക്സസൈസ് ചെയ്യണം. അതിന്റെ ഹെൽത്ത് ഗോളിന്റെ ഭാഗമായിട്ട് അടുത്തൊരു സംഗതിയാണ് എന്ത് വെച്ചാൽ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഹെൽത്ത് ഗോളിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു സംഗതിയാണ് നല്ല രീതിയിലുള്ള ഒരു 7 hours സ്ലീപ്പ് ലഭിക്കാമെന്ന്. ഓക്കെ, 7 hours ഒരു സ്ലീപ്പ് ഹെൽത്തി ആയിട്ട് നമുക്ക് ലഭിക്കാം. ഇനി 7 hours കിട്ടില്ല എന്ന് വിചാരിച്ച് വറീഡ് ആവണ്ട. പക്ഷെ അത് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്ത് കൊണ്ടുവരാം. നന്നായിട്ട് ട്രോമ ഹീലിംഗ് നടത്തി കഴിഞ്ഞാൽ, ട്രോമ ഹീലിംഗ് നടത്താത്ത ആൾക്കാർക്ക് ഉള്ളിലൊരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷനോ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം സ്ലീപ്പ് ചിലപ്പം ഡിസ്റ്റർബ്ഡ് ആവും. ഇടയ്ക്കിടയ്ക്ക് ഉണരുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. സ്ലീപ്പിന് ഒരു സൈക്കിൾ ഉണ്ട്, അത് പൂർത്തിയാകണം. തുടങ്ങിയിട്ട് അത് അവസാനിക്കേണ്ടത്. അതിനിടയിൽ ഇങ്ങനെ ഉണരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി സ്ലീപ്പ് അല്ല. അപ്പൊ അതെന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് ഉണ്ടാവണം. ഈ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു റൂമും ഒക്കെ നല്ല നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം, ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. മനസ്സിലായോ? അപ്പൊ അതും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ഇറ്റ് ഷുഡ് ബി വെരി എന്താ പറയുക കാം ആയിട്ടുള്ള രീതിയിലേക്കുള്ള നല്ല ഡെപ്ത് സ്ലീപ്പ് കിട്ടും. അപ്പൊ ഒരു 7 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത്. അപ്പൊ നേരത്തെ ഉറങ്ങും, നേരത്തെ ഉണരാൻ ശ്രമിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെന്റൽ ഹെൽത്ത് എക്സസൈസുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം വേണം. എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ, അല്ലേ? അപ്പൊ ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണരുക എന്നുള്ളതാണ്. നേരത്തെ ഉണരണം എന്നുണ്ടെങ്കിൽ എന്താ ആദ്യം ചെയ്യേണ്ടത്? നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ഫോണ് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഫോൺ ഉപയോഗം വളരെ കുറച്ച് കൊണ്ടുവരിക, പ്രയോറിറ്റി സെറ്റ് ചെയ്യുക, പതിയെ ലൈഫിന്റെ സൈക്കിൾ തിരിച്ചു പിടിക്കുക. നിങ്ങൾ പതിയെ പതിയെയാണ് ഇതെല്ലാം എടുക്കാൻ കഴിയുള്ളൂ. ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പററി ഇന്റൻസിറ്റി ഉണ്ടാവുള്ളൂ, കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് ഉണ്ടാവില്ല. അപ്പൊ വല്ലാത്ത ആവേശകുമാറായിട്ട് എന്താ വെച്ചാൽ ചെയ്യല്ല വേണ്ടത്. പതിയെ 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 ഇറ്റ്സ് ഓക്കെ, ഞാൻ റെഡി ആയിട്ട് വരും, ഞാൻ റെഡി ആയിട്ട് ഒരു സെൽഫ് ലവ് കൊടുത്ത് കമ്പാഷനേറ്റ് ആയി പതിയെ 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 ഗോളുകൾ സെറ്റ് ചെയ്ത് ട്രാക്ക് സെറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് എന്താ വെച്ചാൽ ആ ട്രാക്കിലേക്ക് കയറി വരിക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ ആ രൂപത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്ത് ഫീൽ ചെയ്ത് വേണം നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് വേണം. അപ്പോഴേ അത് പെർമനന്റ് ആവുള്ളൂ. അപ്പോഴേ അത് ആ ട്രോമ ഹീൽ ചെയ്തിട്ടാണ് അത് കടന്നു വരുന്നത് എന്നുള്ളതാകുമ്പോഴാണ് നമുക്കത് പ്രോസസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ എന്താ വെച്ചാൽ ആവേശം മൂത്ത് നമുക്ക് ആഗ്രഹം മൂത്ത്, അതും ഒരു എസ്കേപ്പിസമാണ്. നമ്മുടെ പെയിനിൽ നിന്ന് ഒറ്റയടിക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള മോഡാണ് ഇത്. ആവേശം മൂത്തിട്ട് നമ്മളെന്താ വെച്ചാൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. നമ്മളെന്താ വെച്ചാൽ പതിയെ പതിയെ അതിനെ പ്രോസസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനുള്ള ക്ഷമ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്തരത്തിലുള്ള ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് എന്താ വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ നമുക്ക് ഒരു ഹെൽത്ത് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഹൗ ദ വേ യു ലുക്ക്, നിങ്ങളുടെ ശരീരം എങ്ങനെയായിരിക്കണം കാണാൻ. ഇതുപോലെയുള്ള ഒരു ശരീരം വേണോ, 6 pack ബോഡി, അതല്ല ഇത്ര വേണ്ട എന്നുള്ള ചില സംഗതികളുണ്ടാവും. ചിലർക്ക് എന്താ വെച്ചാൽ ഇത് ഇഷ്ടം ഉണ്ടാവില്ല. ഇത്ര വേണ്ട, ഒരു എന്താ പറയുക, കുഴപ്പമില്ല, നല്ലൊരു നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കണം കാണാൻ, ഭംഗി എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതിലൊരു ഗോളാവാം. ശരീരത്തിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു മിനിമം ഷേപ്പ് വേണം, അല്ലെങ്കിൽ ഇതേപോലെ ഷേപ്പ് വേണം, അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളുടെ വയറൊന്നും പാടില്ല. അങ്ങനെ നമ്മളുടെ ഒരു ഭംഗി കൂട്ടുന്നത്. അപ്പൊ അത് ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ഹെൽത്ത് ഗോളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ബ്യൂട്ടി. പക്ഷെ അത് ഓവർ ആവരുത്. ഓവർ ബ്യൂട്ടി ട്രോമ റെസ്പോൺസ് ആണ്. ഓവറായിട്ട് ബ്യൂട്ടി ആങ്ഷ്യസ് ആവുന്നത്, അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത്. ബ്യൂട്ടിയുടെ കാര്യത്തിൽ, അപ്പിയറൻസിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആവുക, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അത് പിന്നെ എന്ന് വെച്ചാൽ വേറെ അസുഖത്തിലേക്ക് നയിക്കുന്നത്. കൂടുതൽ നമ്മൾക്കതിങ്ങനെ എത്ര ചെയ്താലും മതി വരാത്ത ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്. സർജറികൾ, പ്ലാസ്റ്റിക് സർജറികൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് 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 അവരുടെ ഉള്ള ഭംഗി തന്നെ നഷ്ടപ്പെടും. അവർ കംപ്ലീറ്റ്ലി അങ്ങനെ എത്രയോ ലോകത്ത് അതൊരു മാനസിക അവസ്ഥയാണ്. അപ്പൊ അതങ്ങനെ പോകാതെ, ബാലൻസ് എക്സ്ട്രീം ലെവലിൽ പോകാതെ, ഓവർ കൺസേൺഡ് ആവാതെ, ഉള്ളതിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരും. മനസ്സിലാവുണ്ടോ? ഇംപ്രവൈസ് ചെയ്തിട്ട് കൊണ്ടുവരും. സോ
ഹെൽത്ത് നമ്മളിങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ശരീരം കാണാൻ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മനസ്സിലാവുന്നുണ്ട്? അതൊരു ഗോളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗോൾ എന്താണ്? അതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്? ഞാൻ എൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്? നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം ശരീരത്തിലേക്ക് വെക്കുന്ന ഓരോ സംഗതികളും, ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ഡ്രസ്സും സംഗതികളും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മറ്റുള്ള അസുഖങ്ങൾ ചിലപ്പോൾ വിളിച്ചു വരും. കാരണം അത്രയും നേരം ശരീരത്തിൽ അത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നർ വ്യൂവേഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് അത്രയും ചേർന്ന് നിൽക്കുന്നു, അത്രയും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിലുള്ള കെമിക്കൽസ് എന്താണോ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ശരീരത്തിൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ആണെങ്കിലും ശരി, ശരീരത്തിൽ ഉപയോഗിക്കുന്ന ക്രീമുകളാണെങ്കിലും ശരി, ശരീരത്തിൽ ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിലും ശരി, ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഓരോ സംഗതികളുണ്ടാവും. അതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രീമുകൾ ഉപയോഗിക്കുക, നല്ല സംഗതികൾ ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ക്ലിയർ ആണോ? ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ നമ്മളുടെ അപ്പൊ അതിനെന്താ വെച്ചാൽ കുറച്ചൊക്കെ പൈസ വേണ്ടി വരും, ക്യാഷ് വേണ്ടി വരും. പക്ഷെ അത് നമ്മളുടെ ഒരു വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് ഭയങ്കരമായിട്ട് ബെറ്റർ ആക്കി തരും. നമ്മളെ അതെന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്ത് റെഡി ആയിട്ട് വരാൻ സഹായിക്കും. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. അപ്പൊ ബെറ്റർ ഹെൽത്ത് ലൈഫ്. പിന്നെ നമ്മൾ നല്ല പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കണം. നമ്മളെ ഹെൽത്ത് ഗോളിന്റെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ വായുനാറ്റം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് സ്മെല്ല് അടിക്കുന്നത്. അപ്പൊ ബോഡി ഓഡോർ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ശരീരത്തിന്റെ ഒരു ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് കെയർ ചെയ്യണം. അത് ഏതെങ്കിലും പ്രത്യേക ടൈപ്പ് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ളത് വെച്ചാല് നമ്മുടെ ബോഡിയെ വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതി. പിന്നെ ഏതെങ്കിലും സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ചില ടൈപ്പ് ഓഫ് സ്മെല്ല് നമ്മുടെ ബോഡിയിൽ നിന്ന് വരും. അപ്പം അതൊക്കെ നമ്മൾ എന്താ വെച്ചാല് നമ്മൾ ഹീൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഹീലിംഗ് അതവിടെ നടക്കണം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്താ വെച്ചാൽ നല്ല സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നല്ല ഇത്തരത്തിലുള്ള പെർഫ്യൂംസും ക്രീംസും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ അതിനെ ബെറ്റർ ആക്കി കൊണ്ടുവരാം. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഗോളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തൊരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പ് എ ഹൈജീൻ. അതായത് നല്ല ഹൈജീൻ ആയിരിക്കണം. അതൊരു ഗോളാണ്. വൃത്തി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് നഖം വെട്ടുക, കറക്റ്റ് സമയത്ത്. കാരണം പല ആൾക്കാരും എന്താ വെച്ചാല് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യും, നല്ല വസ്ത്രം ധരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, വേണ്ട ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ അവരുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യില്ല. ഒരു എന്താ പറയുക, നമുക്കൊക്കെ വേണ്ടത്ര വെള്ളം ലഭിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം ലഭിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്താ വെച്ചാൽ കുളിക്കാൻ ശ്രമിക്കുക. 2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി എന്താ പറയാ, അതേപോലെ കൈകാലുകൾ രാത്രി കഴുകുന്ന, അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഹൈജീൻ. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ കുറച്ച് ഹൈജീനിൽ കുറച്ച് കൺസേൺഡ് ആവുക. നമ്മളെപ്പോഴും എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടാവും, പല ജേംസും നമ്മളെ പല അണുക്കളും നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന പരമാവധി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പോലെ നഖം കട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഷൂസ് ആണെങ്കിലും സംഗതികളാണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ വൃത്തിയിൽ ഉപയോഗിക്കുക. കുറച്ചുകൂടെ നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഒരു ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെയാണ്. ആ കോഴ്സിൽ പറയുന്നത് മൊത്തം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ലൈഫ് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ടുള്ള സംഗതിയാണ് ഹൈ വാല്യൂ ലിവിങ് എന്ന് പറയുന്ന സംഗതി. അതായത് ഒരു ഹൈ വാല്യൂല് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതായത് പണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ കുറെ സംഗതികൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചില എന്തെല്ലാം നല്ല ശീലങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ ശരീരത്തിൽ നമ്മളുടെ കക്ഷത്തിലും ഇവിടെയൊക്കെ വരുന്ന ഗുഹ്യഭാഗത്തൊക്കെ വരുന്ന എന്ന് വെച്ചാൽ രഹസ്യ ഭാഗങ്ങളിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ രോമങ്ങൾ പ്രോപ്പറായിട്ട് ടൈമിൽ എന്ന് വെച്ചാൽ ഇത് ട്രിം ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഷേവ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പൊ അതെന്താ വെച്ചാൽ അത് നല്ല ഒരു ദാമ്പത്യ ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ ഇതൊക്കെ സഹായിക്കും. വൃത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദാമ്പത്യ ജീവിതത്തിൽ. നമ്മളുടെ വെച്ചാൽ അത് നമ്മൾക്കത് നമ്മൾ ശീലിക്കാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ വേറൊരാളുടെ കൂടെ ജീവിക്കുകയാണ്, വേറൊരാളുടെ കൂടെ ആ ശരീരം പങ്കുവെക്കുകയാണ്, വേറൊരാളുടെ കൂടെ നമുക്കൊന്ന് ചില ഷെയർ ചെയ്യും. അപ്പൊ നമ്മൾ നല്ല സ്മെല്ല് വേണം, ഉള്ളത് നല്ല വൃത്തിയായിരിക്കണം, നീറ്റ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വൃത്തിയില്ലാത്ത ഒരാൾക്ക് അപ്പൊ മറ്റേ ഒരാളെ നിർബന്ധമായിട്ട് വൃത്തിയില്ലാത്ത അഴുക്ക് നിറഞ്ഞ സംഗതി വേറൊരാളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യിപ്പിക്കുക, അയാളെ കൊണ്ട് എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ. സോ ദർ ആർ ലോഡ് ഓഫ് എന്താ പറയാ മാരേജ് ലൈഫ് ഫെയിൽ ആവുന്നതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാറില്ലാത്തത് കൊണ്ട്. ഇതൊക്കെ ചെറിയ കാര്യം. പക്ഷെ പലർക്കും എന്ന് വെച്ചാൽ മാരേജ് കഴിഞ്ഞ ഒരു 10-15 വർഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു റൊമാൻസ് ഒക്കെ നഷ്ടപ്പെടുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ പലപ്പോഴും വൃത്തിയില്ലായ്മയാണ്, ശുചിത്വമില്ലായ്മയാണ്. അപ്പൊ അത് ഉണ്ടാവരുത്. നല്ല റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകാൻ എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് ഗോൾ നിങ്ങളെ സഹായിക്കും. ഡു യു അഗ്രി വിത്ത് മീ? ഓക്കെ. അപ്പൊ ഇനി എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഒരുപാട് എത്രയോ കേസസ് നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട്. സോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഗതികളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് പേരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള സംഗതികളിൽ വരാറുണ്ട്. അതേപോലെ മുറുക്കുക, സ്മോക്ക് ചെയ്യുക, അതേപോലെ മദ്യപിക്കുക. എന്നിട്ട് എന്താ വെച്ചാല് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ലിന് ചിലപ്പോൾ എന്താ വെച്ചാല്, അല്ലെങ്കിൽ രാത്രി പല്ല് തേക്കാതിരിക്കുക, കിടക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ ബാഡ് ബ്രെത്തിന് കാരണമാകും. പിന്നെ അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വേറൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, ഇതിങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ അതിലൊന്നും ഒരു രസമില്ല, ഹാപ്പിനെസ് ഇല്ല. കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഉഷാറാക്കി ബെറ്ററാക്കി കൊണ്ടുവരണം. സോ ദാറ്റ്സ് ദ വേ യു ക്യാൻ ഇംപ്രൂവ് യുവർ ലൈഫ്. സോ ഹെൽത്ത് ഗോൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഹെൽത്ത് ഗോളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ എന്ന് വെച്ചാൽ ഹെൽത്ത് ഗോളിന്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ വാട്ട് യു ഷുഡ് ഡു ഇസ് ലൈക്ക് എന്തെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുക. എന്തെല്ലാം കുറെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അതേപോലെ എന്താ വെച്ചാൽ എന്തെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഹെൽത്തിന്. മദ്യപിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാക്കും നിങ്ങളുടെ. അപ്പോൾ അത് എന്താ വെച്ചാൽ അത്തരത്തിലുള്ള സംഗതികളിൽ എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന പ്രയാസമായിരിക്കും. കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടോ വട്ട് എവർ ഇറ്റ് ഇസ്, ബട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഫൈനലി ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാതിരിക്കുകയാണ്. ദെൻ ഓവർ യൂസേജ് ഓഫ് മൊബൈൽ ആൻഡ് ജങ്ക് ഫുഡുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓവർ ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ലൊരു ബെറ്റർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണെന്ന് വെച്ചാൽ ഇന്നത്തെ സെഷൻ. വാസ് ഇറ്റ് യൂസ്ഫുൾ? ഇതൊരു അവയർനെസ് ക്രിയേഷൻ ആണ്. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ടിപ്സുകളോ ടെക്നിക്സുകളോ ആയിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുമ്പോൾ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. മറക്കരുത്, ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് 8086007775 എന്ന നമ്പറിലേക്ക് നീ മെസ്സേജ് അയക്കുക. പല ആൾക്കാർക്കും EFT എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ആ EFT എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാലുള്ള കോഴ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ 15-ാം തീയതിക്കുള്ളിൽ, 20-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15-ാം തീയതിക്കുള്ളിൽ നമ്മുടെ കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും. നിങ്ങളുടെ ട്രോമാസ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള നല്ലൊരു ടൂളാണ് EFT എന്ന് പറയുന്നത്. ട്രോമാസ് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത് ആ ഒരു EFT പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അസുഖങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അസുഖങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ, പഠിച്ചെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എവറി ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് എപ്പോഴും വളരെ സിമ്പിളായിട്ട്, ഭയങ്കര സിമ്പിളാണ് അത്, സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന പ്രയാസം പോലും ഇല്ല. അതാണ് EFTയുടെ മെത്തേഡിന്റെ പ്രത്യേകത. എസ് ഓർ നോ? പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ ആരോ ഉള്ളത്? EFT പങ്കെടുത്തിട്ടുള്ള ആൾക്കാരില്ലേ? ഒന്ന് ഫീഡ്ബാക്കിൽ വരാൻ പറ്റുമോ? അംബുജാക്ഷൻ സാർ വന്നിരുന്നല്ലോ. യെസ്, അംബുജാക്ഷൻ സാർ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള പല ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കാം. നമ്മുടെ EFT പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറ്. ഇന്ന് നമുക്ക് പ്രാക്ടീസ് ഉണ്ട്. നമ്മുടെ EFTയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഈ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 7:30 എന്തുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ശരത്ത് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, പങ്കെടുത്തിട്ടുള്ള ആ ഗ്രൂപ്പുകളിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ലിങ്കിൽ എന്ന് വെച്ചാൽ കയറിയിട്ട് പ്രാക്ടീസ് ഉണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ആഴ്ചയിൽ 3 ദിവസം സ്പെഷ്യൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്, ഹീലിംഗ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ബൂസ്റ്റിംഗ് സംഗതികളിലേക്ക് ടാപ്പിങ്ങിന് നമ്മൾ ഗൈഡഡ് ടാപ്പിംഗ് തരും. നമ്മുടെ മെന്റേഴ്സ് എന്തെങ്കിലും ഗൈഡ് ചെയ്തു തരും. അംബുജാക്ഷൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനർജി ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഞാൻ മുമ്പേ EFT ബേസിക് കോഴ്സ് ചെയ്ത പേഴ്സണാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു EFT പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താ? എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എനർജി തിരിച്ചു പിടിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ടോ? ഞാൻ ഓൾമോസ്റ്റ് ഡേയ്സ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് ഡേയ്സ് ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നീട് ചെയ്യുന്നുണ്ട്. എന്താ അവസ്ഥ? നമുക്ക് എനർജി ഒന്ന് ബൂസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് എനർജി ബൂസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
ഒക്കെ സെൽഫ് ലവ് അതിനുശേഷമുള്ള ഒരു അസുഖങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും വന്നിരുന്നു? ഇല്ല. അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കാര്യമായിട്ട് ബുദ്ധിമുട്ടോ അസുഖങ്ങളൊന്നും ഇല്ല. പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അതിന് EFT പഠിക്കുന്നതിന് മുൻപുള്ള ജീവിതത്തില് ഇപ്പോൾ ഉള്ള ജീവിതം തമ്മിലൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ? എല്ലാ കാര്യത്തിലും പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. എല്ലാ കാര്യത്തിലും പോസിറ്റീവ് വൈബ് ഉണ്ട്, ഒരു ഹോപ്പ് ഉണ്ട്, തിരിച്ചു വരാൻ കഴിയും. എനിക്ക് എക്സ്പീരിയൻസ് അതെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു EFT ചെയ്യുന്നതിന് മുൻപ്? ഉണ്ടായിരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു EFT ചെയ്യുന്നതിന് മുൻപ്? കുറച്ചുകൂടി ഒരു മടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുകൂടി എനർജറ്റിക് ആവാൻ പറ്റി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ് അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും പറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്ട്രെസ് ഒക്കെ കുറെ റിലീസ് ആക്കാൻ പറ്റി. ഓക്കെ, വെരി ഗുഡ്. വെരി യൂസ്ഫുൾ ആണ്. ഈ മെത്തേഡ് വെരി യൂസ്ഫുൾ ആണ്. എല്ലാവരും ചെയ്യണം എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. വെരി ഗുഡ്. ഓൾറെഡി എന്താ വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്, എല്ലാവരും ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയും. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. നമ്മളെ സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്ത് നമ്മളെ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ കൂടുതൽ പുറത്തെടുക്കാൻ ഏത് വീട്ടിലുള്ള ആൾക്കാർക്കും പറ്റുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വെരി ഗുഡ്. നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും നമ്മൾക്ക് എന്താ വെച്ചാൽ നല്ല ഔട്ട്പുട്ട് തരാനും നമ്മളുടെ പ്രോഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഭയങ്കരമായിട്ട് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ മെഡിറ്റേഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തരാനുള്ള റീസൺ എന്ന് പറയുന്നത് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണം. മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും അത് പ്രാക്ടീസ് ചെയ്യും. മെഡിറ്റേഷൻസ് നിങ്ങൾ ചെയ്യണം. ദാറ്റ് ഈസ് ആൻ അവയർനെസ് പ്രാക്ടീസ്. ബട്ട് അതിലേക്ക് നിങ്ങൾ EFT കൂടെ പഠിച്ചാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഈ EFT ടാപ്പിംഗ് സംഗതികൾ പഠിച്ചു കഴിഞ്ഞാൽ EFT ടാപ്പിംഗിൽ മെഡിറ്റേഷനിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ മുകളിലൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, മുകളിലൂടെ ക്ലിയർ ചെയ്യുന്നത്. EFT എന്ന് പറയുന്നത് വെച്ചാൽ ഡീപ്പർ ലെവലിൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്, വേരോടെ പിഴുതെറിയാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്. മെഡിറ്റേഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ചെയ്യണം. ഈവൻ ദോ അതൊരു എക്സസൈസ് ആണ്, അത് നമ്മൾ പക്ഷേ അതിൽ കൂടുതൽ മൂവ്മെന്റുകളില്ല, ചലനങ്ങളില്ല. ചലിച്ചു പഠിക്കുന്ന ഏതൊരു കാര്യം, ചലിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതി ഏതും എന്താണ് ഭയങ്കരമായിട്ട് എളുപ്പമാണ്. നമ്മുടെ മൈൻഡിന് ഫീൽ ചെയ്യാണ്, നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അത് ചെയ്യാൻ ആൾക്കാർക്ക്, പിന്നെ അത് മാത്രമല്ല 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ടാപ്പിംഗ് പൂർത്തിയാക്കാം. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഒരു റൗണ്ട് ടാപ്പിംഗ് പൂർത്തിയാക്കാം. 1 മിനിറ്റ് കൊണ്ട് EFT. അത് എങ്ങനെയാണ് 1 മിനിറ്റിലേക്ക് എത്തുന്നത്? നിരന്തരം ചെയ്യുന്ന ആൾക്കാർ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ ആങ്കറിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ സമയമില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആങ്കറിങ് എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ നമ്മുടെ മെമ്മറി പെട്ടെന്ന് എന്താവും, പിക്ക് ചെയ്യും. അതായത് മസിൽ മെമ്മറി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബോഡിയിൽ ഈ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് കിട്ടുന്ന ഓരോ സംഗതികൾക്കും ബോഡിയിൽ ഒരു സെല്ലുലാർ മെമ്മറി ഉണ്ട്. ഈ സെല്ലുലാർ മെമ്മറി എന്താ വെച്ചാൽ പെട്ടെന്ന് എന്താ വെച്ചാൽ ആക്ടിവേറ്റഡ് ആവും. ബോഡി ഒറ്റയടിക്ക് ഹീലിങ്ങിന് പ്രിപ്പയർ ആവും. മെഡിറ്റേഷനിൽ അത് സംഭവിക്കില്ല. ഓക്കെ, മെഡിറ്റേഷൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്, എനർജി ഉണ്ട്, സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ടാപ്പിംഗിലുള്ള പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് വെച്ചാൽ സെല്ലുലാർ മെമ്മറിയിൽ വെച്ചാൽ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എല്ലാ സെല്ലിലേക്കും എന്ത് ചെയ്യും, ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ബോഡിയിൽ നിന്ന് പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ഓപ്പൺ അപ്പ് ആവും ബോഡി ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കൂടുതൽ നിങ്ങളത് ചെയ്യുന്നു, കൂടുതൽ പഠിച്ച് നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ ട്രോമാസ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 1 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റ് ഹീലിംഗ് പ്രോസസ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഇങ്ങനെ പോകണം. അത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടെന്നല്ല, മെഡിറ്റേഷൻ ചെയ്യണം, തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം, വേണ്ടെന്നല്ല. അതിനോട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സുകൾ വേറെയാണ്. അതൊരു വിഷ്വലൈസേഷൻ സംഗതി, അത് വളരെ സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഹീലിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും പവർഫുൾ, ട്രോമ ഹീലിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും പവർഫുൾ, മൈൻഡ് റീപ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ ഏറ്റവും പവർഫുൾ എന്താണ്? EFT മെത്തേഡാണ്. അപ്പൊ ആ EFT മെത്തേഡിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഷിഫ്റ്റ് പെട്ടെന്ന് നടക്കും, എനർജി ഷിഫ്റ്റ് പെട്ടെന്ന് നടക്കും, ഹീലിംഗ് പെട്ടെന്ന് നടക്കും. നിങ്ങളുടെ ഒരു ഫീൽ ബെറ്റർ, ഫീൽ ഗുഡ് അവസ്ഥയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ മാറാൻ പറ്റും. ഒരുപാട് അസുഖങ്ങൾ മാറും. അതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പം ഓൾറെഡി വേറെ ആരെങ്കിലും പ്രോഗ്രാമിലേക്ക് വന്നവരുണ്ടോ? ഇസ് ദർ എനിബഡി? നമുക്ക് 2 മിനിറ്റ്സ് ഉണ്ട്. 2 മിനിറ്റ്സിനുള്ളിൽ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. സർ ഗുഡ് മോർണിംഗ്, ഞാൻ മിനിയാണ്. മിനി പറഞ്ഞോളൂ, വന്നിരുന്നോ പ്രോഗ്രാമിന്? വന്നിരുന്നു. എങ്ങനെ എന്തായാലും EFT ഏറ്റവും നന്നായിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ടൂളായിട്ട് ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. കുറെ മൈൻഡ് മാസ്റ്റർ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും
ഇപ്പം പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടായിരുന്നു ആ സമയത്ത് വന്നിരുന്നത്. പക്ഷെ ഇന്നലെ ആ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ്. പിറ്റേന്ന് മുതൽ തന്നെ എനിക്ക് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള കുറെ പ്രോബ്ലംസ് വേഗം സൊല്യൂഷനിലേക്ക് വന്നു. വെരി പിന്നെ ഗുഡ്. മകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കുറച്ച് എന്താ പറയുക, പിറ്റേന്ന് തന്നെ കറക്റ്റ് ആയിട്ട് മോള് കൽക്കത്തയിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഈ ഫോണിലുള്ള സംസാരം തന്നെ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അന്നേരം ഇപ്പം ഓക്കെ. ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാട്ടും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് വെരി വെരി ഗുഡ്. വളരെ വെരി പോസിറ്റീവ് വൈബ് തരുന്നുണ്ട്. എല്ലാം ഓക്കെ. ഓക്കെയാണ്. താങ്ക് യു വെരി സർ. ഫാന്റാസ്റ്റിക്. അപ്പൊ അടുത്തൊന്ന് ശാലി മിനിയോട് എനിക്ക് പറഞ്ഞതുപോലെ തന്നെ അവര് പറഞ്ഞു റിലേഷൻഷിപ്പിന്റെ കാര്യം. അതാണെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ ഹീൽ ചെയ്യും കേട്ടോ. ഇത് നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ഹീൽ ചെയ്യാം. കാരണം 7:30 അതായത് ഇനി ഒരു 1 മിനിറ്റിനുള്ളിൽ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. അപ്പം ഓൾറെഡി പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് ആണ്. അപ്പൊ ആ ഹീലിംഗിൽ നമ്മൾ എന്താ വെച്ചാൽ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ കാര്യം ക്ലിയർ ചെയ്ത് വരുന്നതാണ്. ഓക്കെ. അപ്പം ഹലോ, ടാപ്പിംഗ് എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. ടാപ്പിംഗ് പറയാൻ പറ്റുമോ? അപ്പൊ കോഴ്സിലാണ് അത് പഠിപ്പിക്കുക. കാരണം അത് ഡെപ്തിൽ പഠിപ്പിക്കണം. അത് ജസ്റ്റ് എന്താ വെച്ചാൽ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റ് അല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് പെയിനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരും. കാരണം ട്രോമ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയില്ല, ബുദ്ധിമുട്ട് വരും, പല പ്രയാസങ്ങൾ വരും. അപ്പൊ അതിന് സ്റ്റെപ്സ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത്, അത് പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതിനാണ് കോഴ്സിലേക്ക് നിങ്ങളോട് വരാൻ പറയുന്നത്. ജസ്റ്റ് കം ആൻഡ് ജോയിൻ ദ കോഴ്സ്. കോഴ്സിലേക്ക് വരിക. 7,500 rupees ആണെന്ന് വെച്ചാൽ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് എന്ന് വെച്ചാൽ 8,000 ആണ്. ആക്ച്വൽ കോഴ്സ് ഫീ പറഞ്ഞല്ലോ 12,000 വരുന്നതാണ്. നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഏർലി ബേർഡ് ഓഫർ ആണ് 8,000 നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഏർലി ബേർഡ് ഓഫർ. ഏർലി ബേർഡ് ഓഫറിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമാക്കുക. 8,000 rupees ആണ് കോഴ്സ് ഫീ വരുന്നത്. വരിക, പങ്കെടുക്കുക എന്ന് വെച്ചാൽ, എന്നിട്ട് എന്ന് വെച്ചാൽ 30 days ഒരു മെന്ററെ വെച്ചിട്ട് ഹീലിംഗ് ലഭിക്കും. ആ ഹീലിംഗ് നിങ്ങൾ ഉപയോഗപ്പെടുത്തും. 30 days നിങ്ങൾക്ക് മെന്റേഴ്സ് ഹീൽ ചെയ്ത് തരും. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ തരും. ആ പേഴ്സണൽ മെന്റർ ചെയ്ത് നിങ്ങളെ ഹീൽ ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അപ്പോൾ ട്രോമാസ് എടുത്തിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് വരും. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. അടുത്ത ഹീലിംഗിലേക്ക് കിടക്കേണ്ടതായിട്ടുണ്ട്. പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതേ നമ്പറിലേക്ക് വിളിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബുക്ക് ചെയ്യുക. ആ നമ്പർ ഇതാണ് 8086880775. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കുക, മെസ്സേജ് അയക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ മറക്കരുത്, കം ആൻഡ് ജോയിൻ ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സോ മച്ച്.